നെക്സ്റ്റ് നമുക്ക് ഒരു ടെക്സ്റ്റ് കളർ എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. ഒരു എലമെൻറ്റിൻ്റെ ടെക്സ്റ്റ് കളർ. സോ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, വളരെ ഈസിയാണ്. സോ ഞാൻ H1 സെലക്ട് ചെയ്യുന്നു. സോ കളർ എന്ന് സെലക്ട് ചെയ്യുന്നു, ഞാൻ റെഡ് കളർ കൊടുക്കുന്നു. അതുപോലെ ഞാൻ പാരഗ്രാഫ് സെലക്ട് ചെയ്യുന്നു, ഞാൻ കളർ എന്ന് പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുന്നു, ഞാൻ ബ്ലൂ കളർ കൊടുക്കുന്നു. സോ നിങ്ങൾക്കിവിടെ റെഡ് കളറും അതുപോലെ ബ്ലൂ കളറും ലഭിച്ചു. സോ ഇത്തരത്തിൽ നമുക്ക് കളേഴ്സ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ഏത് സൈഡിലോട്ട് മാറി നിൽക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നതാണ് ടെക്സ്റ്റ് അലൈൻ പ്രോപ്പർട്ടി. സോ ഞാനിവിടെ ടെക്സ്റ്റ് അലൈൻ നോർമലി ഡിഫാൾട്ടായിട്ട് ലെഫ്റ്റ് സൈഡിലായിരിക്കും. സോ ഞാൻ സെൻറ്റർ കൊടുക്കുന്നു. സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് സെൻറ്റർ ഭാഗത്തോട്ട് മാറി നിൽക്കുന്നു. അതുപോലെ റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റിലോട്ട് ചേർന്ന് നിൽക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് ടെക്സ്റ്റ് അലൈൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ എല്ലാം കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഞാനിവിടെ സെൻറ്റർ തന്നെ ആക്കുന്നു, സെൻറ്റർ ആക്കി കൊടുക്കുന്നു, സെൻറ്റർ. സോ സെൻറ്ററിലോട്ട് അലൈനായി നിൽക്കുന്നതാണ്. അതുപോലെ ഞാൻ ഈ ഒരു ഡിവ് എലമെൻറ്റിനുള്ളിൽ ഒരു H2 എലമെൻറ്റ് കൊടുക്കുന്നു. സോ H2 എലമെൻറ്റ് ലേൺ CSS സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ H2 എലമെൻറ്റ് ലഭിക്കുന്നു. സോ നമ്മൾ ഈ ഒരു ഡിവ് എലമെൻറ്റിനുള്ളിലുള്ള നമ്മൾ ടെക്സ്റ്റ് അലൈൻമെൻറ്റ് നോക്കുന്നു, ടെക്സ്റ്റ് അലൈൻ. സോ നമ്മൾ സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെൻറ്ററിൽ ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ മുകളിൽ കൊടുത്ത പോലെ തന്നെ അതുപോലെ റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് ലഭിക്കുന്നതായിരിക്കും. സോ ഇതുപോലെ നമുക്കൊരു ഡിവ് എലമെൻറ്റിനുള്ളിലും നമുക്ക് നമ്മുടെ കണ്ടൻറ്റ് ഇതുപോലെ അലൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ഡെക്കറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പഠിക്കുന്നത്. സോ ഞാൻ ടെക്സ്റ്റ് ഡെക്കറേഷൻ. സോ നമ്മളിവിടെ അണ്ടർലൈൻ എന്ന് കൊടുക്കുന്നു. അണ്ടർലൈൻ കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് അണ്ടർലൈൻ ലഭിക്കുന്നു. അതുപോലെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ലൈൻ ത്രൂ എന്നാണ്. ലൈൻ ത്രൂ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ളൊരു ലൈൻ ലഭിക്കുന്നു. അതുപോലെ ഓവർലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ മുകളിലൊരു ലൈൻ ഇതുപോലെ ലഭിക്കുന്നു. അതുപോലെ നമ്മളൊരു സ്പേസ് കൊടുത്ത ശേഷം നമുക്കൊരു കളർ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ ബ്ലൂ എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലെ ആ ലൈനിൽ നമുക്ക് ബ്ലൂ കളർ ലഭിക്കുന്നു. അതുപോലെ നമ്മളൊരു സ്പേസ് കൊടുത്ത് ഒരു 10 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വിഡ്ത്ത് നമുക്കിതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ ഓവർലൈൻ ആണെങ്കിൽ നമ്മളിവിടെ അണ്ടർലൈൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അണ്ടർലൈനിൻ്റെ സ്റ്റൈലും നമുക്കതുപോലെ ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ടെക്സ്റ്റ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. ഇതുപയോഗിച്ച് നമുക്ക് നമ്മുടെ ടെക്സ്റ്റിനെ ലോവർ കേസും അപ്പർ കേസും എല്ലാം ആക്കാൻ സാധിക്കും. സോ ഞാൻ ഈ പാരഗ്രാഫാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ ഞാൻ ടെക്സ്റ്റ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുന്നു. ഇതിൽ ഞാൻ ലോവർ കേസ് സെലക്ട് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ പാരഗ്രാഫ് എല്ലാം ലോവർ കേസിലാവുന്നു. സോ അതുപോലെ ഞാൻ ലോവർ കേസ് മാറ്റി അപ്പർ കേസ് കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാരഗ്രാഫ് മുഴുവനും അപ്പർ കേസിലാവുന്നു. അതുപോലെ നമ്മൾ ക്യാപിറ്റലൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ക്യാപിറ്റലൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാരഗ്രാഫിലുള്ള വേർഡിലെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റലായി മാറുന്നു. ഇതുപോലെ ക്യാപിറ്റലായി മാറുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് ടെക്സ്റ്റ് ഡെക്കറേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ടെക്സ്റ്റ് സ്പേസിങ്ങുമായിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. സോ നമ്മൾ ഈ പാരഗ്രാഫ് സെലക്ട് ചെയ്യുന്നു. ആദ്യം വരുന്നത് ടെക്സ്റ്റ് ഇൻറ്റൻ്റ് ആണ്. സോ ടെക്സ്റ്റ് ഇൻറ്റൻ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി സെലക്ട് ചെയ്തതിന് ശേഷം ഞാനൊരു 30 പിക്സൽ കൊടുക്കുന്നു. സോ 30 പിക്സൽ കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ പാരഗ്രാഫിൻ്റെ ആദ്യത്തെ ലൈൻ നമുക്കൊരു 30 പിക്സൽ ഡിസ്റ്റൻസ് ലഭിക്കുന്നു. സോ നമ്മളിവിടെ 50 ആയി കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ളൊരു ഡിസ്റ്റൻസ് നമുക്ക് ലഭിക്കുന്നതാണ്. സോ ഇങ്ങനെ പാരഗ്രാഫിൻ്റെ ആദ്യത്തെ ലൈൻ നമുക്ക് ഒരു മാർജിനിൽ നിന്നും നമുക്ക് ഡിസ്റ്റൻസ്, അതായത് ഇൻറ്റൻറ്റ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ടെക്സ്റ്റ് ഇൻറ്റൻറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. അതുപോലെ വരുന്നതാണ് ലെറ്റർ സ്പേസിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ പാരഗ്രാഫിലുള്ള ലെറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂട്ടുന്നതിനും കുറക്കുന്നതിനും നമുക്ക് ലെറ്റർ സ്പേസിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കാം. സോ ഞാൻ ലെറ്റർ സ്പേസിംഗ് ഞാനൊരു 10 പിക്സൽ കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ലെറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതുപോലെ കൂടുന്നു. അതുപോലെ ഞാൻ 5 ആയി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ നമുക്കത് ലഭിക്കുന്നു, 5 പിക്സൽ ലഭിക്കുന്നു. ഇത്തരത്തിൽ നമുക്ക് ലെറ്റേഴ്സ് സ്പേസിംഗ് ഉപയോഗിക്കാം. സോ ഞാൻ -5 ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം അതെല്ലാം കൂടിച്ചേർന്നിരിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് ആവശ്യാനുസരണം നമ്മൾ സ്റ്റൈലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. തൽക്കാലം ഞാൻ ലെറ്റർ സ്പേസിംഗ് ഡിലീറ്റ് ചെയ്യുന്നു. സോ അതിനുശേഷം വരുന്നതാണ് ലൈൻ ഹൈറ്റ് എന്ന് പറയുന്നത്. സോ ലൈൻ ഹൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ പാരഗ്രാഫിലെ അല്ലെങ്കിൽ നമ്മുടെ പാരഗ്രാഫിലെ ലൈനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂട്ടുന്നതിനും കുറക്കുന്നതിനും വേണ്ടി, അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. നോർമൽ 1 ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ഞാൻ 1.5 കൊടുക്കുന്നു. സോ 1.5 കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ളൊരു നമുക്കൊരു ഡിസ്റ്റൻസ് ലഭിക്കുന്നു. 1 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കാണാം നമുക്ക് നോർമൽ ഡിസ്റ്റൻസ് ലഭിക്കുന്നു. സോ 0.5 കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് കൂടിച്ചേർന്നായിരിക്കും. നമ്മൾ നോർമലിൽ നിന്നും നമ്മുടെ ഡീഫാൾട്ട് ആയിട്ടുള്ള വാല്യൂവിൽ നിന്നും കുറഞ്ഞിരിക്കുന്നു അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. സോ 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ലഭിക്കുന്നു. 5 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ലഭിക്കുന്നു. സോ നമുക്കൊരു 1.5 കൊടുക്കാം. 1.5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ ലഭിക്കുന്നു. ഇത്തരത്തിൽ നമുക്ക് ഒരു പാരഗ്രാഫിലെ ലൈനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൺട്രോൾ ചെയ്യുന്നതിന് നമുക്ക് ലൈൻ ഹൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. സോ ഞാൻ 1 എന്ന് കൊടുക്കുന്നു. അതിന് ശേഷം വരുന്നതാണ് വേർഡ് സ്പേസിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ പാരഗ്രാഫിലെ വേർഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക്
ഇതുപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ ഞാൻ വേർഡ് സ്പേസിങ് ഞാനൊരു 10 പിക്സൽ കൊടുക്കുന്നു. 10 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കാണാം അതിനനുസരിച്ചിട്ടുള്ളൊരു ഡിസ്റ്റൻസ് വേർഡുകൾ തമ്മിൽ നമുക്ക് ലഭിക്കുന്നു. ഒരു 20 കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡിസ്റ്റൻസ് ലഭിക്കുന്നു. ഇത്തരത്തിൽ നമുക്ക് വേർഡ് സ്പേസിങ് ഉപയോഗിച്ച് നമ്മുടെ പാരഗ്രാഫിലെ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് കണ്ടൻറ്റിലെ വേർഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ ഞാനിവിടെ ഇപ്പോൾ 5 പിക്സൽ കൊടുക്കുന്നു. അതുപോലെ നമ്മുടെ ഒരു ടെക്സ്റ്റിന് നമുക്കൊരു ഷാഡോ എഫക്റ്റ് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ് ടെക്സ്റ്റ് ഷാഡോ എന്ന് പറയുന്നത്. സോ ടെക്സ്റ്റ് ഷാഡോ പ്രോപ്പർട്ടി ഇവിടെ സെലക്ട് ചെയ്യുന്നു. സോ അതിനുശേഷം നമ്മൾ 2 പിക്സൽ ഹൊറിസോണ്ടൽ അതുപോലെ 2 പിക്സൽ വെർട്ടിക്കൽ ഷാഡോ കൊടുക്കുന്നു. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു എഫക്റ്റ് ലഭിക്കുന്നതായിരിക്കും. ശേഷം ഞാനിവിടെ സ്പേസ് കൊടുത്ത ശേഷം ഞാനൊരു കളർ കൊടുക്കുന്നു. സോ ഞാൻ ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഷാഡോയുടെ കളർ നമുക്ക് ബ്ലാക്ക് കളറായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഞാൻ ഈ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ വാല്യൂ കൊടുത്തതിന് ശേഷം ഒരു സ്പേസ് കൊടുത്ത ശേഷം ഞാനൊരു 5 പിക്സൽ ഇത് നമ്മൾ ബ്ലർ വാല്യൂ ആണ്. സോ നമ്മൾ ബ്ലർ എഫക്റ്റ് കൊടുക്കുന്നതിന് വേണ്ടി സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു ബ്ലർ എഫക്റ്റ് ലഭിക്കുന്നതായിരിക്കും. സോ ഞാനത് 10 കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇതുപോലെ കുറച്ചുകൂടി സ്പ്രെഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സ്റ്റൈൽ ലഭിക്കുന്നതായിരിക്കും. സോ എനിക്കിവിടെ ഞാൻ ഒരു ബ്ലൂ കളർ കൊടുക്കുന്നു. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ കളറിലുള്ള ഒരു ഷാഡോ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്കൊരു 5 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായി അത് കാണാൻ സാധിക്കും. ഇതുപോലെ ബ്ലൂ കളറിലുള്ള ഒരു ഷാഡോ ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് ടെക്സ്റ്റ് ഷാഡോ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമ്മുടെ ടെക്സ്റ്റിന് നമുക്കിതുപോലെ ഷാഡോ എഫക്റ്റ് കൊടുക്കാൻ സാധിക്കുന്നതാണ്.